യതീമുകളും മിസ്കീന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള രണ്ട് വിഭാഗങ്ങളാണ്. അതുകൊണ്ട് ഒരു യതീമിനെ കണ്ടാൽ ഉമ്മമാരെ, സഹോദരങ്ങളെ വെറുതെ വിട്ടേക്കരുത്. യതീമിന്റെ തല തടവൽ സുന്നത്തുണ്ട്. എത്ര സമയം, എത്ര നേരം, എത്ര രോമങ്ങളാണോ കൈകൊണ്ട് തടവുന്നത്, ഓരോ രോമത്തിന്റെയും കണക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനത്ത് തരുന്നു, നന്മ തരുന്നു, മഗ്ഫിറത്ത് തരുന്നു. കാന ലഹു ബികുല്ലി ശഅറത്തിൻ തമുറു അലൈഹാ യദുഹു ഹസന. കൈ സഞ്ചരിക്കുന്ന, തൊടുന്ന ഓരോ രോമത്തിന്റെയും മുടിയുടെയും കണക്കനുസരിച്ച് അല്ലാഹു നന്മ കൊടുക്കുന്നു. ചെറുതല്ലതൊരു വലിയ സമ്പത്താണ്, വലിയ മുതലാണ്. യതീമിന്റെ തല തടവിയാൽ നമ്മുടെ മനസ്സ് ലോലമായി കിട്ടും, നമ്മുടെ മനസ്സ് സന്തോഷമായി കിട്ടും. യതീമിനെ പരിഗണിക്കണം. കുടുംബത്തിൽ ഒരു യതീമുണ്ടെങ്കിൽ ആ യതീമിനെ പരിഗണിച്ച് സ്വർഗം പുൽകണം. ആ യതീമിനെ നമ്മൾ അവിടെ ചേർക്കല്ലേ, ഇവിടെ ചേർക്കല്ലേ എന്ന് പറയുന്നതിന് പകരം ഏറ്റെടുക്കാൻ കഴിവുള്ള ആളുകൾ മുന്നോട്ട് വരണം. സ്വന്തം മകനെ പോലെ, മകളെ പോലെ പരിരക്ഷിക്കാനുള്ള സന്നദ്ധത വേണം. എന്നാൽ ദുനിയാവിലും അതുകൊണ്ട് ഖൈറാണ്, ആഖിറത്തിലും ഖൈറാണ്. ഖൈറു ബൈത്തിൽ മുസ്ലിമീന ബൈത്തുൻ ഫീഹി യതീമുൻ യഹ്സുനു ഇലൈഹി. മുസ്ലിങ്ങളുടെ വീടുകളിൽ ഏറ്റവും നല്ല വീട് യതീം താമസിക്കുന്ന വീടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടുകാർ ആ യതീമിന് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, പഠനങ്ങൾ നൽകുന്നു, വളർത്തിക്കൊണ്ടുവരുന്നു. ഏറ്റവും നല്ല വീടാണ്. മുസ്ലിം കുടുംബങ്ങളിൽ ഏറ്റവും നല്ല കുടുംബമാണ് യതീമുകളെ നോക്കുന്ന കുടുംബം. അവരെ വളർത്തുക, അവരെ നന്നാക്കുക. അവർക്കൊരു സ്ഥായിയായ വരുമാനവും അവസ്ഥയും എത്തുന്നത് വരെ അവരെ വിടാതെ അവർക്ക് സംരക്ഷണം ഏറ്റെടുത്ത് നടത്തുക.